തഹസീൽദാരുടെയും അതിന് ശുപാർശ ചെയ്ത വില്ലേജ് ഓഫീസർക്കും എന്തു കൊടുക്കണ്ട, ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ശമ്പളം കൊടുക്കണ്ട, അല്ലെങ്കിൽ ശമ്പളത്തിൽ ഇത്ര ഭാഗം കട്ട് ചെയ്യണം എന്നൊക്കെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കണ്ട, ശമ്പളം പിടിച്ചു വെക്കണം എന്നൊക്കെ ഈ നിയമത്തിൽ തന്നെ എന്തുണ്ടാവണം, വകുപ്പുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് നിയമം ശക്തമായി നടപ്പാക്കാൻ പറ്റുന്നത്. നോക്കിക്കോ. 16 പെൻഷൻ ആനുകൂല്യങ്ങളുടെ നീട്ടിവെക്കൽ. ഈ പെൻഷൻ ആനുകൂല്യങ്ങളുടെ നീട്ടിവെക്കൽ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഈ ആക്ടിലെ മറ്റേതെങ്കിലും വ്യവസ്ഥകളിലോ തത്സമയം പ്രാബല്യത്തിരിക്കുന്ന മറ്റേതെങ്കിലും നിയമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ വിധിന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവിലോ എന്ത് തന്നെ അടങ്ങിയിരുന്നാലും ഒരാൾ സർക്കാരിലോ ഏതെങ്കിലും സർക്കാർ സംരംഭത്തിലോ തദ്ദേശ സ്ഥാപനങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാരത്തിലോ പട്ടികജാതിയിലോ പട്ടിക ഗോത്രത്തിനോ വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള ഒരു തസ്തികയിൽ ചതിവായി നേടിയ ഒരു സാമുദായിക സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഏതെങ്കിലും നിയമനം നേടുകയും വിദഗ്ധ ഏജൻസിയുടെ ഒരു അന്വേഷണത്തിൽ അയാളുടെ അവകാശവാദം യാഥാർത്ഥ്യമല്ലെന്ന് കണ്ടെത്തുകയും ആരോപണ വിധേയന ആയയാൾ സർക്കാരോ സൂക്ഷ്മപരിശോധനാ കമ്മിറ്റിയോ നടത്തുന്ന അന്വേഷണത്തിൽ വിരമിക്കുകയും ചെയ്താൽ സർക്കാരിനോ അല്ലെങ്കിൽ സംരംഭകത്തിനോ തദ്ദേശ അധികാരത്തിനോ മറ്റേതെങ്കിലും അധികാര സ്ഥാപനത്തിനോ അതാത് സംഗതി പോലെ സർക്കാരിന്റെയോ സൂക്ഷ്മപരിശോധനാ കമ്മിറ്റിയുടെ തീരുമാനം വരെ ആരോപണ വിധേയരായ ആളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ നീട്ടിവെക്കുന്നതും തടഞ്ഞു വെക്കുകയും ചെയ്യാവുന്നതാണ്. മനസ്സിലായോ? പെൻഷൻ ആനുകൂല്യങ്ങൾ നീട്ടിവെക്കൽ. അവിടെ എന്താ പറഞ്ഞത്? ഈ ആക്ടിലെ എന്ന് പറഞ്ഞാൽ ജാതി തിട്ടപ്പെടുത്തൽ ആക്ടിലെ മറ്റേതെങ്കിലും വ്യവസ്ഥകളിലോ തത്സമയം പ്രാബല്യത്തിരിക്കുന്ന മറ്റേതെങ്കിലും നിയമത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിയുടെ വിധിന്യായത്തിലോ ഡിക്രിയിലോ ഉത്തരവിലോ എന്തു തന്നെ അടങ്ങിയിരുന്നാലും, അപ്പം വേറെ നിയമത്തിൽ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അത് ഇവിടെ ബാധകമല്ല. ഇനി പറയുന്നതാണ് ബാധകം. ഏതാണ്? ഒരാൾ സർക്കാരിലോ ഏതെങ്കിലും സർക്കാർ സംരംഭത്തിലോ തദ്ദേശീയ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അധികാര സ്ഥാനത്തിലോ പട്ടികജാതിക്കോ പട്ടിക ഗോത്രത്തിനോ വേണ്ടി സംവരണം ചെയ്തിട്ടുള്ള ഒരു തസ്തികയിൽ ചതിവായി നേടിയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഏതെങ്കിലും നിയമനം നേടുകയും വിദഗ്ധ ഏജൻസിയുടെ അന്വേഷണത്തിൽ അയാളുടെ അവകാശവാദം യാഥാർത്ഥ്യമല്ലെന്ന് കണ്ടെത്തുകയും ആരോപണ വിധേയരായ അയാൾ സർക്കാരോ സൂക്ഷ്മപരിശോധനാ കമ്മിറ്റിയോ നടത്ത അന്വേഷണത്തിനിടയിൽ വിരമിക്കുകയും ചെയ്താൽ, അവൻ സൂക്ഷ്മപരിശോധനാ കമ്മിറ്റി അന്വേഷണം നടത്തുന്നതിന് മുമ്പേ അയാൾ എന്തായി പോയി, ശമ്പളമൊക്കെ വാങ്ങി അയാളുടെ സർവീസ് ക്ലോസ് ആക്കി അയാൾ പോയി, വിരമിച്ചു പോയാൽ എന്ത് ചെയ്യാം? സർക്കാരിനോ സർക്കാർ സംരംഭത്തിനോ തദ്ദേശ സ്ഥാപനത്തിനോ മറ്റേതെങ്കിലും അധികാര സ്ഥാപനത്തിനോ അതത് സംഗതി പോലെ സർക്കാരിന്റെയോ സൂക്ഷ്മപരിശോധനാ കമ്മിറ്റിയുടെയോ തീരുമാനം വരുന്നത് വരെ അയാളുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ എന്ത് ചെയ്യാം? തടഞ്ഞു വെക്കാം. അവിടെയും ശമ്പളം തടഞ്ഞു വെക്കാൻ വ്യവസ്ഥയില്ല. മനസ്സിലായോ? വിരമിച്ചു പോയാൽ പെൻഷൻ തടഞ്ഞു വെക്കാം. ഓക്കെ. പെൻഷൻ തടഞ്ഞു വെക്കുമ്പോൾ എന്ത് തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല? സർവീസിലിരിക്കുന്നതിനകത്ത് കാരണം DC ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി തടഞ്ഞു വെക്കാൻ പറ്റില്ല. DCRG തടഞ്ഞു വെക്കാൻ പറ്റില്ല. മനസ്സിലായല്ലോ?